നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പണം അത്യാവശ്യമാണല്ലേ. പണമില്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര തന്നെ സമ്പാദിച്ചാലും പലരുടെയും കയ്യിൽ പണം നിൽക്കാറില്ല. വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കാൻ വാസ്തുശാസ്ത്രത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് നല്ലതാണ്. വീട്ടിൽ സമ്പത്ത് എപ്പോഴും നിലനിൽക്കാനും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അടുക്കള തന്നെയാണ്. അടുക്കള വൃത്തിയായി സൂക്ഷിച്ചാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നില്ലെന്നാണ് വാസ്തു പറയുന്നത്. അതുപോലെ തന്നെ അലമാരയും ലോക്കറും എല്ലാം എപ്പോഴും വടക്കോ അല്ലെങ്കിൽ കിഴക്കോ അഭിമുഖമായി സൂക്ഷിക്കുന്നത് ശുഭകരമാണെന്ന് പറയുന്നു. അതുപോലെ ഒരു മഞ്ഞൾ കഷ്ണം തുണിയിൽ കെട്ടി അടുക്കളയിൽ സൂക്ഷിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. എല്ലാ ശനിയാഴ്ചയും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നാണയങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വാസ്തുപ്രകാരം പ്രധാന കവാടത്തിന് നേരെ കണ്ണാടി വയ്ക്കുന്നത് ഒഴിവാക്കുക. ഇത് വീട്ടിൽ പ്രവേശിക്കുന്ന പോസിറ്റീവ് എനർജിയെ പ്രതിഫലിക്കുന്നുവെന്നാണ് വിശ്വാസം. സന്തോഷത്തെയും സമൃദ്ധിയെയും ഒക്കെ ഇത് സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ മാലിന്യം സൂക്ഷിക്കരുത്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷത്തിന് അത് കാരണമാവുകയും ചെയ്യുന്നുവെന്നും വിശ്വസിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് അനാവശ്യ ചെലവുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇരുട്ടിലാക്കിയിരിക്കുന്നതും നല്ലതല്ല. പ്രത്യേകിച്ച് അടുക്കള ഒരിക്കലും പൂർണ്ണമായി ഇരുണ്ട് കിടക്കാൻ പാടില്ല. അടുക്കളയുടെ ഒരു മൂലയിൽ ഒരു ചെറിയ സീറോ ബൾബ് കത്തിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് സന്തോഷത്തിനും സമൃദ്ധിക്കും കാരണമാകുമെന്ന് വാസ്തുവിൽ പറയുന്നു. അതുപോലെ തന്നെ മഞ്ഞൾ വെള്ളം വീടിൻ്റെ മുൻവശത്തേക്ക് തെളിക്കുന്നത് നല്ലതാണ്. അത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. മഞ്ഞളിട്ട വെള്ളം കൊണ്ട് തറ തുടയ്ക്കുന്നത് മഹാലക്ഷ്മി വീട്ടിലേക്ക് വരുമെന്നാണ് വിശ്വാസം. ഇതുപോലെയുള്ള വാസ്തുപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ നമ്മൾക്ക് മാറ്റുവാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം മാറുന്നതിനും ഇതുപോലെയുള്ള വാസ്തുപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.